വയനാട് DCC ട്രഷറർ NM വിജയന്റെയും മകന്റെയും മരണം സംബന്ധിച്ച വിവാദം കത്തുന്നു. ബത്തേരി അർബൻ ബാങ്ക് നിയമന അഴിമതിയുമായി ആത്മഹത്യയ്ക്ക് ബന്ധമുണ്ടെന്ന ആരോപണം ശക്തമാവുകയാണ്. സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച ആരോപണങ്ങളും പോലീസ് അന്വേഷിക്കും. തനിക്കെതിരെ ഉയരുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് IC ബാലകൃഷ്ണൻ MLA പറഞ്ഞു. തിങ്കളാഴ്ച CPIM MLA ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കും. കോൺഗ്രസ് നേതാവ് NM വിജയന്റെ മരണവുമായി ബന്ധപ്പെട്ട IC ബാലകൃഷ്ണനെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തണമെന്ന് വയനാട് CPIM ജില്ലാ സെക്രട്ടറി പ്രതികരിച്ചു. കോൺഗ്രസ് നേതാക്കളുടെ പീഡനം മൂലം ആത്മഹത്യ ചെയ്തത് നമുക്ക് ഓർമ്മയില്ല. ഇപ്പോൾ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു നേതാവ് കൂടെ ആത്മഹത്യ ചെയ്തിരിക്കുകയാണ്. ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് CPM-ന് ആവശ്യപ്പെടാനുള്ളത് അടിയന്തരമായി ഇതുമായി ബന്ധപ്പെട്ടുള്ള സമഗ്രമായ അന്വേഷണം ആവശ്യമാണ്. IC ബാലകൃഷ്ണൻ MLA തൽസ്ഥാനത്ത് നിന്ന് രാജിവെക്കാൻ വേണ്ടി തയ്യാറാകേണ്ടതായിട്ടുണ്ട്. സമഗ്രമായ അന്വേഷണത്തിന്റെ ഭാഗമായി കുറ്റക്കാരായ മുഴുവൻ ആളുകളെയും പുറത്തു കൊണ്ടുവരണം. IC ബാലകൃഷ്ണൻ മാത്രമല്ല ഇതിന് ഉത്തരവാദി. KPCC നേതൃത്വം ഈ ആത്മഹത്യക്ക് ഉത്തരവാദിയാണ്. KPCCക്ക് നേരത്തെ തന്നെ കത്ത് നൽകിയിട്ടും അതിലൊരു ഇടപെടലുണ്ടാവുകയോ അതിന് പരിഹാരമുണ്ടാവുകയോ ചെയ്തിട്ടില്ല. അതുമായി ബന്ധപ്പെട്ടുള്ള യാതൊരു വിധത്തിലുള്ള ഇടപെടലും ഉണ്ടാവാത്തതിനെ തുടർന്നുകൂടിയാണ് ഉദ്യോഗാർത്ഥികൾ ഇപ്പോൾ പണം തിരിച്ചു വാങ്ങാൻ വേണ്ടി പലതവണയായി ഇദ്ദേഹത്തിന്റെ അടുത്ത് എത്തുകയും അതിൽ മനനൊന്നുകൊണ്ടും അദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്നുള്ള വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് KPCC നേതൃത്വവും സ്വാഭാവികമായിട്ടും ഈ ആത്മഹത്യക്ക് ഉത്തരവാദിയാണ്. അനൂപ് KR വിവരങ്ങൾ നൽകാനുണ്ട് വയനാട് നിന്ന്. അനൂപ്, കോൺഗ്രസിനെ പൂർണ്ണമായും വെട്ടിലാക്കുന്ന ഒരു വിവാദം കത്തി നിൽക്കുന്ന സമയത്ത് DCC ട്രഷറർ ആത്മഹത്യ ചെയ്യുന്നു, മകനും മരണത്തിന് കീഴടങ്ങേണ്ടി വരുന്നു. ഇത്തരമൊരു സംഭവം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ചോദ്യങ്ങൾ ഉയരുന്നതാണ്. പ്രത്യേകിച്ചും ബാങ്ക് അഴിമതി വിവാദം കത്തി നിൽക്കുന്ന സമയത്ത് ഇതിൽ പ്രാഥമികമായി പോലീസ് ഇപ്പോൾ എന്താണ് വിലയിരുത്തുന്നത്? ഏതൊക്കെ തരത്തിലാണ് പ്രതികരണങ്ങൾ വരുന്നത് കോൺഗ്രസ് നേതാക്കളുടേത്? പോലീസ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണത്തിനെടുക്കുകയാണ്. അതായത് ഈ സാമ്പത്തിക ഇടപാടുകൾ നടന്നതായിട്ടുള്ള ആരോപണം വരുന്ന പശ്ചാത്തലത്തിൽ എന്തെല്ലാം സാമ്പത്തിക ഇടപാടുകളിൽ NM വിജയൻ പങ്കാളിയായിരുന്നു, അത് ആരുടെയെങ്കിലും ഇടനിലക്കാരനായിട്ടാണോ അദ്ദേഹം പ്രവർത്തിച്ചത്, അത് ആത്മഹത്യക്ക് പ്രേരണയായിട്ടുണ്ടോ, അത് സംബന്ധിച്ചുള്ള സമ്മർദ്ദങ്ങൾ ഏതെങ്കിലും വിധത്തിൽ അനുഭവിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളാണ് പോലീസ് പ്രാഥമികമായി പരിശോധിക്കുന്നത്. ഇതിന്റെ ഭാഗമായി വിവിധ ഘട്ടങ്ങളിൽ മൊഴികൾ രേഖപ്പെടുത്താനാണ് ഇപ്പോൾ പോലീസ് ശ്രമിക്കുന്നത്. അതിൽ പ്രധാനം ഇതിന് സാക്ഷികളായവർ, അതോടൊപ്പം ഈ പണമിടപാട് രേഖകളുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന പേരുകാർ എന്നിവരെയാണ് ഇതുമായി ബന്ധപ്പെട്ട് പ്രാഥമിക ഘട്ടത്തിൽ പോലീസ് ചോദ്യം ചെയ്യുക. ഏതായാലും അത്തരത്തിലുള്ള ചോദ്യം ചെയ്യൽ നടപടികളിലേക്ക് പോലീസ് കടക്കുകയാണ് എന്നാണ് ബത്തേരി പോലീസാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. ബത്തേരി DYSPയുടെ നേതൃത്വത്തിൽ ബത്തേരി പോലീസ് പറയുന്നത് ആ വിധത്തിലാണ്. ഏതായാലും അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പോലീസ് ആരംഭിച്ചു കഴിഞ്ഞിട്ടുമുണ്ട്. അത് ഇന്നലെയാണ് സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായത്. ഈ സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം വലിയ രീതിയിൽ വിവാദങ്ങൾ ഉയർന്നു. അതിൽ അന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുകയാണ് CPM. സംഭവത്തിൽ ദുരൂഹത പൂർണ്ണമായി നീക്കി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആർക്കെങ്കിലും പങ്കുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി സ്വീകരിക്കണം. പ്രത്യക്ഷത്തിൽ ഇപ്പോൾ IC ബാലകൃഷ്ണന്റെ പേര് ഉയർന്നു വന്നിരിക്കുന്നു. അതുകൊണ്ട് IC ബാലകൃഷ്ണനെതിരെ ശക്തമായ ഒരു നടപടി ഉണ്ടാവണം. അദ്ദേഹം ഈ സ്ഥാനം രാജിവെക്കണം. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇടപാടുകളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വിശദീകരിക്കുക സംബന്ധിച്ച അന്വേഷണം, സമഗ്രമായ അന്വേഷണം വേണമെന്നുമാണ് CPM ആവശ്യപ്പെടുന്നത്. അതോടൊപ്പം ഇത് സംബന്ധിച്ച് നിരവധി തവണ പരാതി നൽകുകയുണ്ടായി NM വിജയൻ. ആ പരാതികൾ അവഗണിക്കപ്പെട്ടു. അതിൽ KPCC നേതൃത്വത്തിനും ഇതിൽ പങ്കുണ്ട്, മരണത്തിൽ പങ്കുണ്ട്. പ്രത്യക്ഷത്തിൽ ഈ കത്തുകളിലൂടെ പുറത്തു വന്ന ആളുകൾക്കെതിരെ ആത്മഹത്യാ പ്രേരണത്തെ കുറ്റത്തിന് കേസെടുക്കണം. KPCC ഇക്കാര്യത്തിൽ മറുപടി പറയണം എന്നുമാണ് CPM ആവശ്യപ്പെടുന്നത്. ഇക്കാര്യങ്ങളെല്ലാം ആവശ്യപ്പെട്ട് CPM നാളെ IC ബാലകൃഷ്ണന്റെ ഓഫീസിലേക്ക് മാർച്ച് നടത്തുകയാണ്. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭങ്ങളുടെ വിവരം. അതുമായി ബന്ധപ്പെട്ട് വലിയ കോൺഗ്രസ് ഉള്ളിൽ തന്നെ രൂപപ്പെട്ടിട്ടുണ്ട്. നേതാക്കൾ ഈ വിധത്തിൽ പ്രധാനപ്പെട്ട ഒരു കോൺഗ്രസ് നേതാവിന്റെയും മകന്റെയും ദാരുണമായ മരണത്തിന് പിന്നിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിൽ കാരണങ്ങൾ സൃഷ്ടിച്ചവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം രംഗത്തെത്തിയിരിക്കുന്നത്. വലിയ ഭിന്നതയായി കോൺഗ്രസിനും അത് രൂപപ്പെട്ടിട്ടുണ്ട്. DCC പ്രസിഡന്റ് ND അപ്പച്ചൻ ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട്.